അപ്പോൾ ഇതാണ് ബംഗ്ലാദേശിലെ ബസ്സുകളുടെ അവസ്ഥ. ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ തട്ടിയാൽ മുട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ തട്ടലും മുട്ടലൊക്കെയാണ് ഇവിടുത്തെ സാധാരണ സംഭവം. ബസ് പോയില്ലെങ്കിൽ ഇവന്മാർ ഉന്തിത്തള്ളി വിടും. സാധാരണ പോലെ തെറി, നമ്മുടെ നാട്ടിൽ കിളികളും കണ്ടക്ടറും പോയിട്ട് തെറി പറയുന്ന കണക്കിയല്ല, ഇവർ പുറകിൽ നിന്ന് ഉന്തിയിട്ടാണ് വിടുക. ഇനി അഥവാ സൈഡില്ലെങ്കിൽ, ബസ്സിന് പോകാൻ സൈഡില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, അതിൽ ഒരച്ചെടുത്തിട്ട് പോയിക്കോളും. പിന്നെ ഇവിടെ ബസ്സിന് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരു പ്രാവശ്യം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബസ്സിൻ്റെ ജീവിതം തീരുന്നവരെ ഒരേ പെയിൻ്റാണ്. അവിടെ ബസ് ഒന്ന് അടിയാണ്, ഒരച്ചിലാണ്, ചവിട്ടാണ്, തൊഴിയാണ്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ബസ്സുകൾ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ എന്തായിരിക്കും നമ്മുടെ ബസ്സിൽ ഡ്രൈവറിൻ്റെയും കണ്ടക്ടറിൻ്റെയും കിളികളുടെയും യാത്രക്കാരുടെയൊക്കെ ഒരു വികാരം, അല്ലെങ്കിൽ അവരെല്ലാം പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ ലൈസൻസ് ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. ചെറിയ പിള്ളേരൊക്കെയാണ് ബസ്സൊക്കെ എടുത്തിട്ട് പോകുന്നത്. ബസ്സിൽ മൊത്തം തോട്ടയൊക്കെയാണ്